കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുനരുദ്ധാരണ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ ഇടപെടൽ. പ്രത്യേക ഒറ്റത്തവണ വായ്പാ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കാനും പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 8 കോടി രൂപ കൂടി അനുവദിക്കാനും തീരുമാനിച്ചു. മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. എസ് ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് യോഗത്തിന്റെ മറ്റ് തീരുമാനങ്ങൾ? അസിത, ഏതായാലും ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് ഇളവ് നൽകുന്നതിന് വേണ്ടി ഹൈ ലെവൽ കമ്മിറ്റി നൽകാനാണ് യോഗത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കൺസോർഷ്യത്തിൽ നിന്ന് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമെ ബാങ്കിന്റെ സ്പെഷ്യൽ പാക്കേജിന്റെ ഭാഗമായി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ബോർഡിൽ നിന്ന് കൂടുതൽ തുക അനുവദിക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. ബാങ്കിലെ റിക്കവറി നടപടികൾ വേഗത്തിലാക്കാൻ 2 സെയിൽസ് ഓഫീസർമാരെ കൂടി അനുവദിക്കാനും കേരള ബാങ്കിന്റെ റിക്കവറി ടാസ്ക് ഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ 124.34 കോടി രൂപ ബാങ്ക് നിക്ഷേപകർക്ക് തിരികെ നൽകി കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 10.28 കോടി രൂപയുടെ പുതിയ വായ്പയും ബാങ്ക് അനുവദിച്ചതായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വകുപ്പുതല വിലയിരുത്തലും അതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ യോഗങ്ങളും നടത്തി ബാങ്കിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മന്ത്രി വി എൻ വാസവൻ യോഗത്തിൽ നിർദ്ദേശം നൽകിയത്. ഷീജ വിവരങ്ങൾ നൽകിയത്.